ബൈജൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോഴി വളർത്തലിനെക്കുറിച്ചും കൃഷിയെക്കുറിച്ചും ഒക്കെയുള്ള ഒരു ചെറിയ വീഡിയോ ആണ് നമ്മളിപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ അറിവുകൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഇന്ന് കോഴിക്കുഞ്ഞുങ്ങളുടെ പരിപാലനത്തെക്കുറിച്ചുള്ള ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ചെറിയ കൂടാണിത്, കോഴിക്കുഞ്ഞിൻ്റെ ചെറിയ കൂടാണ്. അതിൽ നാടൻ കോഴി കുഞ്ഞുങ്ങളെ കുറേ കിടപ്പുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോയിലൊക്കെ ഉണ്ട് ഇതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളുണ്ട്. ചെറുതായിരുന്നപ്പോൾ കൊണ്ടുവന്നത്, ഇപ്പോൾ ഒന്നും കൂടി വലുതായിട്ടുണ്ട് കുഞ്ഞുങ്ങൾ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. കോഴിക്കോട് ക്ലീൻ ചെയ്യണമെന്ന് ഞായറാഴ്ച ദിവസമാണ് സമയം കിട്ടുന്നത്. അപ്പോൾ ഞായറാഴ്ച ദിവസമാണ് ക്ലീൻ ചെയ്യണത്. നമ്മുടെ നാടൻ കോഴി കുഞ്ഞുങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് നടപ്പുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. ഗ്രാമലക്ഷ്മി ഉണ്ട്, അസീൽ ക്രോസ് ഉണ്ട്, കൈരളിയുണ്ട്, തനിനാടനുണ്ട്. ഇത്രയും പേരാണ് അതിനകത്തുള്ളത്. അത് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഒരു 2-3 ആഴ്ച അടുത്തായിട്ടുണ്ട്. ഗ്രോത്ത് വന്നിട്ട് കുഴപ്പമൊന്നുമില്ല. കുഞ്ഞുങ്ങൾ കൂട് ക്ലീൻ ചെയ്യണം. നമ്മുടെ ആഴ്ചയിൽ കൂട് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടത് എപ്പോഴും നല്ലത് തന്നെയാണ്. കൂട് ക്ലീൻ ചെയ്ത് കൊടുക്കണം ആഴ്ചയിൽ കംപ്ലീറ്റ് കച്ചറകളൊക്കെ അടിച്ച് മാറ്റി അതിൽ പുതിയ മരച്ചീളാണ് ഞാൻ കൂടുതൽ ഇടുന്നത്. ചിന്തേരി എന്ന് പറയും ഞങ്ങളിവിടെയൊക്കെ. ചിന്തേരി കിട്ടുന്ന മരച്ചീള്, ആ ചീളാണ് കൊണ്ടുവന്ന് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. പൊടി അതിട്ട് കൊടുത്തിട്ട് അത് കുറേ കഴിയുമ്പോൾ പൊടിയാവും, പൊടിഞ്ഞു പോവും, മണ്ണ് പോലെയാവും. അപ്പോൾ അതാണ് കിട്ടുന്നത്. എന്നിട്ട് കുറേ ആയി. പിന്നെ പുല്ലി അതൊക്കെ ഇട്ട് കൊടുക്കുന്നതൊക്കെ ഇതിനകത്ത് പൊട്ടി കിടക്കും. അങ്ങനെ കിടന്ന് കഴിയുമ്പോഴാണ്, കാഷ്ടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ സ്മെല്ല് പോകാതെ വരുന്നത്. അത് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സ്മെല്ല് പോകില്ല. അതായത് ഇതിനകത്ത് വെള്ളം വലിയാതെ വന്നാൽ പിന്നെ ആ സ്മെല്ല് പോകുക വളരെ ബുദ്ധിമുട്ടാണ്. ഇത് നേക്കാണ്. അപ്പോൾ ഇയാൾ ഇത് എപ്പോഴും ഇങ്ങനെ അടുത്ത് വരും. പിടിച്ചാലും കുഴപ്പമില്ല, അടിച്ചാലും കുഴപ്പമില്ല. പൂവനാണ് തോന്നുന്നത്. പൂവനാണ് ഇത്ര ഭയങ്കര സ്നേഹത്തോടെ വരുള്ളൂ. പേട വരില്ല. അങ്ങനെ പരിശോധിക്കാൻ വന്നാണ് ആൾ പോയി. പിന്നെ എടുത്ത് പിടിച്ച് തടവിയൊക്കെ വരുമ്പോഴേക്കും ആൾ പോയി പോകും. അങ്ങനെ ഫുഡ് പാക്കറ്റ് ഫീഡുകളല്ല കൂടുതലും നമ്മൾ കൊടുക്കുന്നത്, സാധാ ഫുഡുകളാണ് കൊടുക്കുന്നത് കോഴികൾക്ക്. പാക്കറ്റ് ഫീഡ് ചെറുതായിരിക്കുന്ന അവസരത്തിൽ മാത്രമേ കൊടുക്കുകയുള്ളൂ. അപ്പോൾ അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ക്ലീൻ ചെയ്യാനായിട്ട്. നമുക്ക് സമയം കിട്ടുന്ന സമയത്താണ് ചെയ്യാൻ പറ്റുള്ളൂ. ഞായറാഴ്ച ദിവസം നോക്കിയാൽ അവരും ക്ലീനിങ് നടക്കുകയുള്ളൂ. അന്ന് പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിനിടയിൽ കിട്ടുന്ന ചെറിയ കുറച്ച് സമയം കൊണ്ടാണ് ക്ലീൻ ചെയ്യാനായിട്ട് വന്നേക്കുന്നത്. ഇപ്പോൾ കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് മാറ്റിയില്ലെങ്കിൽ ആകെ ഇടങ്ങേറാണ്. കുഞ്ഞുങ്ങൾക്ക് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. നിരന്തരമായിട്ട് ഒരേ കൂട്ടിൽ തന്നെ, ഒരേ പ്ലേസിൽ തന്നെയാണ് ഇത് കിടക്കുന്നത്. പുറത്തൊന്നും പോകുന്നില്ല. എപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇത് കിടക്കുന്നതിൻ്റെ പേരിൽ തന്നെ വിഷയങ്ങളുണ്ടാവും. അസുഖങ്ങൾ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് നമ്മളെപ്പോഴും ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ആഴ്ചയിലൊരിക്കൽ ഇതുപോലെ ക്ലീൻ ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. അതിലുള്ള കംപ്ലീറ്റ് കച്ചറകളൊക്കെ വാരി കളഞ്ഞ് ക്ലീൻ ചെയ്ത് ഭക്ഷണ വേസ്റ്റുകളെല്ലാം ഉണ്ടാവും. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ കിടക്കുന്ന നാടൻ കോഴികളായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അതുങ്ങൾ ചിക്കി വിരകിയൊക്കെ മാന്തിയാണ്. ചിക്കി അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും മൊത്തം ചിക്കിയാണ് അപ്പുറ സൈഡിൽ പോയി. ഇപ്പുറ സൈഡ് ക്ലീൻ ചെയ്തപ്പോൾ അപ്പുറ സൈഡ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ ഭാഗം അവർ ചിക്കൻ പോയി. ഈ കോഴികളായതുകൊണ്ട് ചിക്കലും മാന്തലും ഒക്കെ ഇട്ടുകൊടുക്കും. പക്ഷേ അതേസമയം ഹൈബ്രിഡ് കോഴികളെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ചിക്കൽ കുറവാണ് അവർക്ക് എപ്പോഴും ഫുഡ് നമ്മൾ ആ പാക്കറ്റ് ഫീഡ് കൊടുക്കുന്നത് പോലെ തന്നെ അതിൽ കൊടുത്താൽ ആ പാത്രത്തിലിരിക്കുന്ന മാത്രം തിന്നല്ലാണ്ട് ചിക്കൻ മാന്തലൊക്കെ കുറവായിരിക്കുള്ളൂ. തുറന്നു വിട്ട് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും അറിയില്ല കുട്ടി കിടക്കുമ്പോൾ. പക്ഷേ ഇതുങ്ങൾ ചിക്കി മാന്തിയൊക്കെ ഇടും. ചിക്കി മാന്തി ഇട്ട് കഴിഞ്ഞാൽ ചിക്കി മാന്തി ഇടുന്നത് നല്ലതാണ്. മണ്ണ് സെറ്റായി പോകാതിരിക്കുകയും ചെയ്യും. ക്ലീനിങ് കഴിഞ്ഞ് ഇപ്പോൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് കുമ്മായപ്പൊടിയും കൂടി വെത്തരണം. അത് കുമ്മായപ്പൊടി ഇന്നിപ്പോൾ കിട്ടിയിട്ടില്ല. കുമ്മായപ്പൊടി പോയി മേടിച്ചിട്ട് വേണം ഇടാനായിട്ട്. കുമ്മായപ്പൊടി ഇട്ടിട്ട് കുറച്ച് ചിന്തരിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ക്ലീനിങ് പരിപാടി കഴിഞ്ഞ്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയാണ് ക്ലീൻ ചെയ്യുള്ളൂ. അടുത്ത ആഴ്ച കുമ്മായപ്പൊടി ഇട്ട് ക്ലീൻ ചെയ്തു. ആഴ്ചയിൽ എല്ലാ ആഴ്ചയും ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. കുമ്മായപ്പൊടിയൊക്കെ ഇട്ട് റെഡിയാക്കി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ചിന്തരിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ പക്കായി കിടന്നോളും. അതല്ലെന്നുണ്ടെങ്കിൽ അസുഖങ്ങൾ വരാനുള്ള ചാൻസ് വളരെ കൂടുതലെന്ന് വെച്ചാൽ പല അസുഖങ്ങൾ വരും. കോഴി കുഞ്ഞുങ്ങൾക്ക് അസുഖങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെ പിടിച്ചാലും നമുക്ക് കിട്ടില്ല. നമ്മൾ എത്ര ചെയ്തിട്ടും കാര്യമില്ല. പല മരുന്നുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ശരി തന്നെയാണ്. പക്ഷേ ചത്തുപോകാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.